വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളിൽ ഫോർത്ത് മൊഡ്യൂളിലെ ഭാഗമാണ്. അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്നർ പ്രോഡക്റ്റും ഓർത്തോഗണൽ ഫങ്ഷൻസിനെയും പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം എന്താണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് നോക്കാം. ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫങ്ഷൻസ് നമ്മളുടെ കയ്യിലുണ്ട്, F1 ആൻഡ് F2. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് F1 F2 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ A to B ഓൺ ദി ഇൻ്റർവെൽ കേട്ടോ. ഇൻ്റർവെല്ലിൻ്റെ മുകളിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ലിമിറ്റ്, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും വേണം ഇൻ്റഗ്രലിന്. അപ്പം നമുക്ക് ഇൻ്റർവെൽ, അതായത് F1 F2 ഇന്നർ പ്രോഡക്റ്റ് ഓഫ് F1 F2 ഓൺ ആൻ ഇൻ്റർവെൽ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ്, അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻസും ഉണ്ട് എങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എഫ് കോമ ജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്നാണ്, ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമുക്ക് ഇനി ഇന്നർ പ്രോഡക്റ്റ് അല്ല നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർത്തോഗണൽ ഫങ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഓർത്തോഗണൽ ഫങ്ഷൻ ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ഫങ്ഷനാണ്. രണ്ട് ഫങ്ഷൻസിനെ നമ്മൾ ഓർത്തോഗണൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ F1 ഈസ് പെർപെൻഡിക്കുലർ ടു F2 അതിനെയാണ്, അല്ലെങ്കിൽ ഓർത്തോഗണൽ ടു F2. അതായത് നമ്മൾ വെക്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ട്, എക്സ് ഈസ് ഓർത്തോഗണൽ ടു വൈ ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 0 ആണ്. സെയിം വേ അതേ പ്രകാരം തന്നെയാണ് നമുക്കിവിടെ F1 F2 ആർ ഓർത്തോഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ F1 ഇന്നർ പ്രോഡക്റ്റ് ഓഫ് F1 കോമ F2 ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി F1 എക്സ് F2 എക്സ് ഡി എക്സ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫംഗ്ഷൻ പ്രൂവ് ദാറ്റ് ഫംഗ്ഷൻ F1 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ, F2 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ക്യൂബ് ആർ ഓർത്തോഗണൽ ഓൺ ദി ഇൻ്റർവെൽ -1 to 1 ആണ് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് കാണണം. ദാറ്റ് ഈസ് ആൻസർ. നമ്മൾ തുടങ്ങുക എങ്ങനെ, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് F1 കോമ F2 അല്ലേ, F2 ഈക്വൽ ടു എന്ത്, ഇൻ്റഗ്രൽ. അപ്പോൾ നമുക്കറിയാം എ ടു ബിക്ക് പകരം -1 to 1 F1 ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 F1 എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു എന്താണ് എക്സ് ക്യൂബ് ഡി എക്സ്. F2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ക്യൂബാണ്. ദിസ് ഇസ് ബിക്കംസ്, നമുക്കറിയാം ഇൻ്റഗ്രൽ -1 to 1 അല്ലേ, എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ ആണ്. ദാറ്റ് ഈസ് അത് പ്രകാരം 2 + എക്സ് റേസ് ടു 2 + 3 അതായത് 5 എക്സ് റേസ് ടു 5 ഇൻറ്റു ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 to 1 എക്സ് റേസ് ടു 5ൻ്റെ ഇൻ്റഗ്രൽ ഇതാണ്, എക്സ് റേസ് ടു ഒന്ന് അധികം കൂട്ടി കൊടുക്കുകയാണ് വേണ്ടി അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ നേരിട്ട് അപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 ഫ്രം ലിമിറ്റ് അപ്ലൈ ചെയ്യുക -1 to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, 1 എക്സിൻ്റെ സ്ഥാനത്ത് 1 അപ്ലൈ ചെയ്തു, 1 സ്ക്വയർ അല്ലേ, 1 റേസ് ടു 6 മൈനസ് അല്ലേ -1 റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6. സോ യു വിൽ ഗെറ്റ്, നമുക്ക് എന്താ ആൻസർ കിട്ടും, ദിസ് ഇസ് ഈക്വൽ ടു -1 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 1 മൈനസ് -1 റേസ് ടു 1 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 1 മൈനസ് -1 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 6 ഈസ് ആൻ ഈവൻ നമ്പർ. അങ്ങനെ ആകുമ്പോൾ ഓൾവേസ് പോസിറ്റീവ് അല്ലേ, 6 ഈവൻ നമ്പർ ആയതുകൊണ്ട് മൈനസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, 1 തന്നെ. 1ൻ്റെ -1ൻ്റെ റേസ് ടു 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 1 തന്നെ, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ 1 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെർഫോർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു F1 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഈസ് പെർപെൻഡിക്കുലർ ടു അല്ലെങ്കിൽ ഓർത്തോഗണൽ ടു എക്സ് ക്യൂബ് ഓൺ ഇൻ്റർവെൽ -1 to 1. -1 to 1 എന്താണ്
ഇത് എക്സിസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഓർത്തഗണലാണ് എന്ന് കിട്ടി. അപ്പം ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള ഹോംവർക്കുകളാണ് നമുക്കുള്ളത്. ഹോംവർക്ക്, ഒന്നാമത്തെ ഹോംവർക്ക് f1 ഓഫ് എക്സ് ഈക്വൽ ടു എക്സും എക്സ് സ്ക്വയറും. അപ്പോൾ നിങ്ങൾ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ എക്സ് ക്യൂബ് എന്നുള്ളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സ് ക്യൂബ് ഉണ്ട് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പം എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് തന്നെ അല്ലേ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്ത് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഇ റേസ് ടു എക്സ് നോക്കണേ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്, മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ കേസിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ബൈ ദി ഡെഫിനിഷൻ എക്സ് മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 0 എന്നാണ് കുഞ്ഞാപ്പൂസ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് അല്ലേ അപ്ലൈ ചെയ്യണം കേട്ടോ, അത് അപ്ലൈ ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കോസ് എക്സ്. അപ്പോൾ നമുക്ക് വരിക കോസ് എക്സ്, അതായത് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് മോഡലാണ് വരിക. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്താ വെച്ചാൽ സൈൻ സ്ക്വയർ ഫങ്ഷൻ ഓഫ് ഫങ്ഷനാണ് അവിടെ വരുന്നത് സത്യത്തിൽ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. അതായത് സൈൻ എന്ത് ചെയ്യുക, സൈൻ്റെ ഡെറിവേറ്റീവാണ് കോസ് എക്സ്. അപ്പോൾ സൈന് എന്ത് ചെയ്യുക, സം സബ്സ്റ്റിറ്റ്യൂഷൻ യു ഈക്വൽ ടു സൈൻ എക്സ് എന്നിട്ടോ കൊടുക്കുക. അപ്പോൾ യു സ്ക്വയർ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡി യു ബിക്കംസ് എന്ത് കിട്ടും, കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് കിട്ടും. അപ്പോൾ യു സ്ക്വയർ എന്ന് പറയുന്ന മോഡലിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് അവസാനം നമ്മൾ നേരെ തിരിച്ചിട്ട് പിന്നെയും എന്ത് ചെയ്യുക, ലിമിറ്റ് യുവിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ആ രീതിയിൽ ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ നോമ് അതിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുമ്പ് ഓർത്തഗണൽ സെറ്റ് എന്താണെന്നുള്ളത് പറയാം. ഒരു ഫങ്ഷൻസിൻ്റെ കളക്ഷൻ ഉണ്ട് നമ്മളെ കയ്യിൽ. ആ കുഞ്ഞാപ്പ് അതായത് 50x 51x 52fx ഇതൊക്കെ ഈ സെറ്റിനെ നമ്മൾ ഓർത്തഗണൽ സെറ്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഏത് 2 ജോഡി എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കാം. അതായത് ഇൻ ജനറൽ കേസ് പറയുകയാണെങ്കിൽ 5m ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 5m, 5n ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ a to b 5m ഇൻറ്റു 5n dx അത് ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമ്മൾ എന്ത് പറയും, ഓർത്തഗണൽ സെറ്റ്. ഇതിൽ ഏത് 2 കുഞ്ഞാപ്പുകൾ എടുത്തിട്ടുണ്ടെങ്കിലും 2 ജോഡി ഫങ്ഷൻസിന് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെയാണ് നമ്മൾ ഓർത്തഗണൽ സെറ്റ് എന്ന് പറയുക. ഇനി ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നോമ് എല്ലാ ഫങ്ഷൻ്റെയും നോമ് 1 ആവുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെയാണ് ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറയും. എന്താണ് നോമ് എന്നുള്ളതാണ്. നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം ഓഫ് 5n ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ a to b 5n സ്ക്വയർ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ a to b അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 5n ഓഫ് എക്സ് 5n ഓഫ് എക്സ്. അതന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അതിനെ ഇന്നർ പ്രോഡക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയും പറയാം, പക്ഷേ ഏറ്റവും നല്ല ഇതാണ് പഠിച്ചു വെക്കുക നല്ലത്. അപ്പം നോം എന്താണെന്നായി ഓർത്തോ നോർമൽ സെറ്റ്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഓർത്തഗണലാണോ അല്ലേ ചെക്ക് ചെയ്യുന്ന മോഡൽ. ഇതാണ് കൂടുതലും എക്സാമിന് ഈ ഭാഗത്തു നിന്നാണ് കൂടുതലും ചോദിക്കല്, ഓർത്തഗണൽ സെറ്റ് ഫങ്ഷൻസ് ആണോ അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഷോ ദാറ്റ് ദി സെറ്റ് 1 cos x cos 2x എക്സെട്ര cos 3x എക്സെട്ര cos nx അങ്ങനെ അങ്ങ് പോകും. ജനറൽ കേസ് cos nx എന്ന് പറയുന്ന ഫങ്ഷൻ സെറ്റ് ഓർത്തഗണലാണ് ഓൺ ദി ഇൻ്റർവെൽ -π to π ആണെന്നും, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി നോം ഓഫ് ഈച്ച് ഫങ്ഷൻസ് ഇൻ ദി ഓർത്തഗണൽ സെറ്റ്. ഇതിലെ ഓരോന്നിൻ്റെ നോം കാണാനുമാണ്. അപ്പം നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് ചെയ്യരുത്, എക്സാമിന് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നോക്കണം. അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഓർത്തഗണൽ സെറ്റാണോ അല്ലേ നോക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ജനറൽ കേസ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു കുഞ്ഞാപ്പ് അതായത് 1 1 ആണ്, 50 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക 50 ഈക്വൽ ടു 1 ആണ്,
ഫൈ എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോസ് എൻ എക്സും ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ജനറലായിട്ട്. അപ്പോൾ ഫൈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു എന്തായിരിക്കും, കോസ് എം എക്സും ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഓർത്തോഗണൽ ആണോ അല്ലേ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈ 0, ഫൈ എൻ ഈക്വൽ ടു, അത് ഈക്വൽ ടു ഡെഫിനിഷൻ പ്രകാരം ഇൻ്റർവെൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്താണ്, -π to π ഇൻ്റഗ്രൽ -π to π എന്താണ് ഫൈ 0 ഇൻറ്റു ഫൈ എൻ ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -π to π അല്ലേ, -π to π. പൈ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു കോസ് എൻ എക്സ് ആണ് എന്ത്, ഫൈ എൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എൻ എക്സ് എന്നും ഇൻറ്റു ഡി എക്സ്. കോസ് 1 ഇൻറ്റു കോസ് എൻ എക്സും കോസ് എൻ എക്സ് എന്നാണ്. അപ്പോൾ കോസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, സൈൻ ആണ്. സൈൻ എൻ എക്സ് പ്രത്യേകം ശ്രദ്ധിക്കണം, സൈൻ എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ വരും അല്ലേ. ഫ്രം ലിമിറ്റ് അപ്ലൈ ചെയ്യണം, -π to π ലിമിറ്റ് അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എൻ പൈ, എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, എൻ പൈ മൈനസ് സൈൻ അല്ലേ, സൈൻ എൻ മൈനസ് പൈ, അപ്പം -nπ എന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത്, ബൈ എൻ ഉണ്ട്, ബൈ എൻ. സൈൻ എൻ പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ 0 ആണ്, സൈൻ π/2 എന്താണ്, 1 ആണ്, സൈൻ പൈ എന്താണ്, 0 ആണ്. അപ്പോൾ സൈൻ 2π എന്താണ്, 0 ആണ്. സൈൻ എൻ പൈ ഇൻ ജനറൽ കേസ് എന്താണ്, 0 ആണ്. സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബിക്കം 0 മൈനസ് സൈൻ -nπ എന്ന് പറയുമ്പോൾ മൈനസിനെ നമുക്ക് ടേക്ക് ഔട്ട് സൈഡ് ബൈ ദി പ്രോപ്പർട്ടി ഓഫ് സൈൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ എൻ പൈ തന്നെ കിട്ടും. സൈൻ എൻ പൈ ഓൾറെഡി എന്താണ്, 0 തന്നെയാണ്. സോ നമുക്ക് കിട്ടുക 0 ദാറ്റ് ഈസ് 0 തന്നെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി 0 ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് ഫൈ 0യും ഫൈ എന്നും എന്താണ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എടുത്താൽ 0 കിട്ടി. പക്ഷേ ഇൻ ജനറൽ കേസ് ഇനി പറയണം ഫൈ എന്നും ഫൈ എമ്മും എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇനി അതാണ് പറയാനുള്ളത്, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫൈ എൻ ഫൈ എം ഇന്നർ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം -π to അല്ലേ, -π to π അല്ലേ. ഇനി എന്താ വരിക, ഫൈ എൻ ഇൻറ്റു ഫൈ എം ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -π to π എന്താണ്, ഫൈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എൻ എക്സ് ഇൻറ്റു സൈൻ, പ്രത്യേകം ശ്രദ്ധിക്കണം, എൻ എക്സ്, സോറി കോസ് എം എക്സ്, തെറ്റിപ്പോയിട്ടോ, ഐ എം വെരി സോറി, കോസ് എം എക്സ് ഇൻറ്റു ടി എക്സ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സ്. ഇത് വരുമ്പോൾ നമ്മൾ ഇതിന് ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കണം. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. അതായത് കോസ് എ ഇൻറ്റു കോസ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ അല്ലെങ്കിൽ കോസ് എ പ്ലസ് ബി ഇൻ പ്ലസ് സൈൻ കോസ് എ മൈനസ് ബി, അതാണ് വരിക. ഓക്കെ, എ മൈനസ് ബി ഈക്വേഷൻ. ഓക്കെ, കോസ് എ പ്ലസ് ബി ബൈ 2. ഓക്കെ, ഇതാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുഞ്ഞാപ്പ് കൊളാക്കരുത്. നമ്മൾ പല ടൈമിനും ഇതെന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല, ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പം ഇവിടെ കോസ് എൻ എക്സും കോസ് എം എക്സും ആണ്. അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് ഇതിനെന്ത് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ റിസൾട്ടിൻ്റെ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻ്റഗ്രൽ -π to π. ഓക്കെ, അപ്പം കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എം എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എന്താണ്, കോസ് എൻ
എൻ എക്സ് പ്ലസ് എം എക്സ്. അപ്പോൾ എൻ പ്ലസ് എം എക്സ് എന്ന് എഴുതാം. ഇനി എന്താണ് പ്ലസ് ഇടണം. പിന്നെ എന്താണ് കോസ് എ മൈനസ് ബി എന്നാണ്. അപ്പം കോസ് എൻ മൈനസ് എം എക്സ്. ഓക്കെ, ഈ കുഞ്ഞാപ്പാണ് നമുക്ക് എന്ത് ചെയ്യാം റിസൾട്ടായിട്ട് വരിക അല്ലേ. അപ്പം ഇനി എന്തുകൂടിയും വരും ബൈ 2 കൂടിയും വരും. അപ്പം ബൈ ഞാൻ എന്ത് ചെയ്തു 2 കൂടി അപ്ലൈ ചെയ്തു. ഓക്കെ, ബൈ 2. ഓക്കെ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പം ഈ ബൈ 2നെ നമുക്ക് അങ്ങ് പുറത്തോട്ടേക്ക് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്തോളാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി 1/2 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ കോസ് എൻ പ്ലസ് എം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ചെയ്താൽ സൈനാണ് കോസിൻ്റെത്. എൻ പ്ലസ് എം എക്സ് ബൈ എൻ പ്ലസ് എം എന്ന് കിട്ടും. എൻ പ്ലസ് എം. ഓക്കെ, പിന്നെ അടുത്തത് പ്ലസ് ആണ്. പ്ലസ് ഇട്ടിട്ട് അടുത്തതിൻ്റെ കോസ് എൻ മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ തന്നെ. കോസിൻ്റെത് സൈനാണ്. എൻ മൈനസ് എം ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എന്താ വരിക എൻ മൈനസ് എം. ഓക്കെ, ഫ്രം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. -π to π ദ സെയിം ഇവിടെയും കേസും തന്നെയാണ് വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എൻ പ്ലസ് എം പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ എൻ പ്ലസ് എം പൈ എന്താ കിട്ടുക 1/2 അങ്ങനെ തന്നെ കിടക്കട്ടെ. സൈൻ എൻ പ്ലസ് എം പൈ അല്ലേ മൈനസ് ഇതേ സാധനം. ഇത് ഫുൾ എഴുതണമെന്നില്ല. എൻ പൈ വരുമ്പം ദിസ് ഇസ് 0. ഈ കുഞ്ഞാപ്പ് ബിക്കം 0 അല്ലേ. പിന്നെ മൈനസ് പിന്നെയും -π വരുമ്പോൾ 0. പിന്നെയും -π വരുമ്പോൾ ദാറ്റ് ഈസ് ഓൾവേസ് 0. അപ്പോൾ നമുക്ക് കിട്ടുക -π 0 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ φn ഈസ് ഓർത്തോഗണൽ. therefore നമുക്ക് കിട്ടിക്കഴിഞ്ഞു φn ഈസ് ഓർത്തോഗണൽ ടു φm അല്ലേ. ഓർത്തോഗണലാണ് അല്ലേ. എന്തിൽ ഓൺ ദി ഇൻ്റർവെൽ -π to π ഇത് എക്സിസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്തു ഇതുപോലെ ഓർത്തോഗണലാണ് കിട്ടി. ഇനി നമുക്ക് എന്താ കാണേണ്ടത് നോം കാണണം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോം കാണുക എന്നുള്ളത്. അപ്പം നോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോം ഓഫ് φn കാണണം. ജനറൽ കേസ് നോം എങ്ങനെയാണ് നമ്മൾ നോം കാണുക എന്നുള്ളതാണ് അടുത്തത്. ഇക്വേഷൻ അറിയാം. നോം ഓഫ് φ0 എന്ന് പറഞ്ഞാൽ എന്ത് കാണുക നോക്കുക. ദാറ്റ് ഈസ് ഇക്വേഷൻ പ്രകാരം റൂട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യും ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അറിയാം -π to π. ഇനി എന്താ അപ്ലൈ ചെയ്യേണ്ടത് φ0² ഇൻറ്റു ഡി എക്സ് ആണ് അതിൻ്റെ നോം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓക്കെ ഇൻ്റഗ്രൽ -π to π. ഇനി എന്താ കുഞ്ഞാപ്പോൾ ഇനി യെസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1² ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പം നമുക്ക് ദിസ് ഈസ് ബിക്കംസ് നമുക്ക് എന്ത് കിട്ടി റൂട്ട് അപ്ലൈ ചെയ്തു. റൂട്ട് ഓഫ് നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് 1² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ -π to π എന്തെന്നാണ് 1² 1 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 1ൻ്റെ ഇൻ്റഗ്രൽ എന്താണ് എക്സ് ആണ്. അപ്പം എക്സ് ഫ്രം വേർ ടു വേർ -π to π. അപ്പം ഇതിൻ്റെ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് π അല്ലേ. ലിമിറ്റ് എക്സിൻ്റെ സ്ഥാനത്ത് π അപ്ലൈ ചെയ്യുക -π. അപ്പം -π ദാറ്റ് ഈസ് ബിക്കം മൈനസ് എന്തായി മാറും പ്ലസ് ആയി മാറും. ഓക്കെ, അപ്പം പ്ലസ് π. അപ്പം നമുക്ക് കിട്ടുക റൂട്ട് ഓഫ് π + π എന്ന് പറഞ്ഞാൽ 2π. അപ്പോൾ റൂട്ട് ഓഫ് 2π ആണ് നോം φ0ൻ്റെ നോം. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ളത് φn-ൻ്റെ നോം കാണാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ബൈ ദി ഡെഫിനിഷൻ പ്രകാരം പക്കാ നമുക്ക് റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ എവിടുന്ന് -π to π അല്ലേ φn² dx ആണ് അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ -π to π
ഫൈ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ് എൻ എക്സ് ആണ്. സ്ക്വയർ വരുമ്പോൾ കോസ് സ്ക്വയർ എൻ എക്സ്. ഓക്കെ, ഡി എക്സ് കോസ് സ്ക്വയർ എൻ എക്സ്. അപ്പം ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യണം. നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് കോസ് 2x/2 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 1 പ്ലസ് കോസ് 2x/2 ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, 1 പ്ലസ് കോസ് 2x/. അപ്പം ഇത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ -π to π കോസിൻ്റെ സ്ഥാനത്ത് 1 പ്ലസ് കോസ് 2, ഇവിടെ എന്നും എക്സും ഉണ്ട്, അതുകൊണ്ട് nx/2 നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇൻറ്റു ഡി എക്സ്. ഇനി നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാണ്. ഇൻ്റഗ്രൽ ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്താൽ 1ൻ്റെത് എക്സ് പ്ലസ് കോസിൻ്റെത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഇതിനെ /2 അവിടെ നിൽക്കട്ടെ, 1/2 അവിടെ നിൽക്കട്ടെ. കോസ് എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ കിട്ടുന്നത്? കോസിൻ്റെത് സൈന്, അപ്പോൾ സൈൻ 2nx/2. ഈ 2n ഉണ്ടാവും, 2n. പക്ഷേ ഇവിടെ എന്തുണ്ട്? 2 ഉള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ 2 ഉള്ളത് കൊണ്ട് എന്തുകൂടിയും വരും? ഏത് കുഞ്ഞാപ്പൂടിയും വരും? കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 2n ഈ കുഞ്ഞാപ്പൂടിയും വരുന്നതും കൊണ്ട് നമുക്ക് എന്ത് വരും? ഇവിടെ 2 ഒരു /2 കൂടി ഉണ്ട്, അപ്പോൾ ഇവിടെ 4 വരും. 4n ഇവിടെ /2. ഫ്രം ലിമിറ്റ് അപ്ലൈ ചെയ്യാം, -π to π. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് കിട്ടുക, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കണേ, സൈനിന് π അപ്ലൈ ചെയ്താൽ അതെപ്പോഴും 0 ആണ്. -π അപ്ലൈ ചെയ്താൽ 0 ആണ് നമുക്കറിയാം. അപ്പോൾ ആ ഭാഗം ഇവിടെ ആകെ എക്സിൽ മാത്രം കളിച്ചാൽ മതി. അപ്പോൾ എക്സിന് π അപ്ലൈ ചെയ്താൽ π, -π അപ്ലൈ ചെയ്താൽ -/+π അല്ലേ, /2 പ്ലസ് ബാക്കി എന്താണ്? സൈനിൽ sin π ഒക്കെ 0 ആണ്. sin 2nπ എന്ന് പറഞ്ഞാൽ 0. ഓക്കെ, എപ്പോഴും 0 ആണ്. സോ അത് മൊത്തം 0 ആയിപ്പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുക റൂട്ട് ഓഫ്, പ്രത്യേകം ശ്രദ്ധിക്കുക, π + π 2π/2, 2 ക്യാൻസൽ. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കംസ് നമുക്ക് എന്താ കിട്ടുക? റൂട്ട് ഓഫ് π എന്ന് കിട്ടും. അപ്പം നോം ഓഫ് φn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ φm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് π ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യന് നോക്കുക, sin x 3x sin 5x എക്സെട്ര ഇങ്ങനെ പോകുന്നത്. അതായത് ഈവൻ ആയിട്ടുള്ള സംഭവം അല്ല, ഓടായിട്ടുള്ള അല്ലേ, sin 5x sin 7x. അപ്പം ആ രീതിയിൽ. അപ്പോൾ ഇവിടുത്തെ φn എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ, ജനറൽ കേസ് അപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ sin n, അടുത്തത് cos x cos 3x cos 5x എക്സെട്ര. പിന്നെ sin nx, അപ്പോൾ φnx തന്നിട്ടുണ്ട് നേരിട്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, പിന്നുള്ളത് ഇതേമാതിരി തന്നെ ഒന്നുള്ളതാണ് വെയിറ്റ് ഫംഗ്ഷൻ. വെയിറ്റ് ഫംഗ്ഷനും ഇതേ രീതിയിലാണ് ചെയ്യുക. അതായത് ഒരു സെറ്റ് ഉണ്ട്, ഓർത്തോഗണൽ വിത്ത് റെസ്പെക്റ്റ് ടു വെയിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? കാരണം സെയിം തന്നെ, അതിലൊന്നുമില്ല. എന്തുകൂടി അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് ഫംഗ്ഷനും നിങ്ങൾക്ക് തരും. ഓക്കെ, വെയിറ്റ് ഫംഗ്ഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യും? തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെയിറ്റ് ഫംഗ്ഷനോട് കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. =0 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ഓർത്തോഗണൽ വിത്ത് റെസ്പെക്റ്റ് ടു വെയിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പം അതിൻ്റെ ഹോംവർക്ക് കൂടിയും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഉപയോഗിക്കാം 3 ഫങ്ഷൻസ്. പക്ഷേ കൂടുതലും അത് എളുപ്പമായിരിക്കും, എക്സാമിന് ചോദിക്കലുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാൻ മറക്കരുത്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഓക്കെ.